ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 28-ാമത്തെ തിരുവചനം. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി. ശപിക്കുന്നവരെയും നമ്മെ അധിക്ഷേപിക്കുന്നവരെയും നാം വെറുക്കാതെ ഇരുന്നാൽ പോരാ. അവരെ അനുഗ്രഹിക്കുവാനും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മളോട് പറയുന്ന ഒരു 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഒട്ടും ലോജിക്കല്ലാത്ത ഒരു കാര്യം നമ്മളോട് പറയുന്നു. ആരാത് പറയുന്നത്? തച്ചനായ ജോസഫിൻ്റെ മകൻ, ഒരു കാർപ്പൻ്റർ. നാട്ടുനടപ്പിന് തീർത്തും യോജിക്കാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ്. വിശുദ്ധ വേദപുസ്തകത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും സംസ്കാരത്തിന് വിരുദ്ധമായ കൽപ്പനകളിലൊന്ന് എന്ന് ഇന്ന് നാം വായിക്കുമ്പോൾ ചിന്തിക്കുന്ന ഒരു തിരുവചനം. ഈ കാര്യം എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ അവന് മാത്രം, നസ്രായന് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് നമ്മുടെ സാമാന്യ ബുദ്ധിയിൽ വരുന്ന ഒരു വചനം. ശപിക്കുന്നവരെ അനുഗ്രഹിക്കണമത്രേ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പോലും. നടക്കില്ല, അതത്ര എളുപ്പവുമല്ല നമുക്കാർക്കും, അല്ലേ? തൊട്ട് മുന്നത്തെ തിരുവചനത്തിലാണ് കർത്താവ് പറയുന്നത്, ശത്രുവിനെ, നമ്മെ ഇഷ്ടപ്പെടാതെ നമ്മെ ഉപദ്രവിക്കാൻ വരുന്നവനെ സ്നേഹിക്കുവാൻ. ഇങ്ങനെ നാം നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കെല്ലാം നേരിടുന്ന നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുവാൻ, അവരെ അനുഗ്രഹിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം ദൈവമൊന്നുമല്ല, അല്ലേ? പക്ഷേ എവിടെയോ അതിന് നമുക്ക് സാധിക്കുമെന്നറിയുന്നത് കൊണ്ടായിരിക്കാം കർത്താവ് ഈ വചനം നമ്മളോട് സംസാരിക്കുന്നത്. നല്ല ത്യാഗം ആവശ്യമുള്ളൊരു കാര്യം, ക്ഷമിക്കുവാൻ, ക്ഷമയുടെ നെല്ലിപ്പടി തൊടുവാൻ ആവശ്യപ്പെടുന്ന കർത്താവ്. നെല്ല് കൊയ്തുകൊണ്ട് പാടത്തു നിന്നും പടികൾ കയറി വന്ന് നെല്ല് സൂക്ഷിക്കുന്ന അറയിലേക്ക് കയറുവാനുള്ള ചെറിയ പടികൾ വളരെ പതുക്കെ ക്ഷമയോടെ കയറേണ്ട ആ പടികൾ കയറുക എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ഷമ എന്ന ഉന്നത ഗുണത്തെ സ്വന്തമാക്കാനുള്ള ആദ്യ ചുവടുകൾ വയ്ക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ വളരെ ദീർഘവും കഠിനവുമായ ഒരു യാത്രയിലൂടെ, സുവിശേഷങ്ങളിലെ യേശുവിൻ്റെ തിരുവചനങ്ങളിലൂടെ സ്വന്തമായി നാം ആർജിക്കേണ്ട ആത്മപരിശുദ്ധിയിലൂടെ, നിരന്തരമായി നമ്മുടെ പരിശ്രമത്തിലൂടെ ആർജിക്കേണ്ട ദൈവികാനുഗ്രഹം, ക്ഷമ. ഒരുപക്ഷെ നമുക്കും അവകാശപ്പെടാം നാം യേശുവിൻ്റെ ഒരു അനുയായിയാണ് എന്ന്. എപ്പോഴാണ് നമുക്കങ്ങനെ അവകാശപ്പെടുവാൻ സാധിക്കുക? മറ്റുള്ളവരുടെ പ്രയോജനത്തിനായി പ്രവർത്തിക്കുകയും ദോഷം നമ്മോട് പ്രവർത്തിക്കുന്നവരോട് പോലും അവരുടെ ഉപകാരത്തിനായി നാം സമയം കണ്ടെത്തുമ്പോൾ. കാരണം ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശത്രുവിലല്ല, മറിച്ച് നമ്മുടെ ദൈവത്തിലും അവൻ്റെ വാഗ്ദാനങ്ങളിലുമാണ്. ആരാണ് ആ നമ്മുടെ ദൈവം? അവൻ്റെ ശത്രുക്കളായിരുന്നവർക്ക് വേണ്ടി, ലോകത്തിനു വേണ്ടി കുരിശിൽ സ്വന്തം ജീവൻ ബലിയായി സമർപ്പിച്ചവൻ. ആ യേശുവിൻ്റെ ത്യാഗത്തിൻ്റെ ഒരംശം അവൻ്റെ അനുയായിയായ നമ്മിലുണ്ടാകുവാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ നാം നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുകയും നമ്മെ ശിക്ഷിക്കുന്നവരെയും അധിക്ഷേപിക്കുന്നവരെയും അനുഗ്രഹിക്കുകയും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ പ്രതിഫലം നൽകുമെന്ന് നമ്മോട് വാഗ്ദാനം ചെയ്യുന്ന യേശു. എന്താണ് ആ വലിയ പ്രതിഫലം? വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വലിയ പ്രതിഫലം, ദൈവ മക്കളായി തീരുവാനുള്ള യോഗ്യത. ആ വലിയ പ്രതിഫലത്തിന് നാം ഓരോരുത്തരും യോഗ്യരാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.